ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അൻവർ സാഹിബ് അല്ലേ? അതെ, അൻവർ സാഹിബാണല്ലോ. ഇത് ഞാനാണ്, മാട്ടത്തിൽ റഹീം. ഏത് റഹീമേ? മാട്ടത്തിൽ റഹീമേ. ഓ, നിങ്ങളോ? എന്തിന്റെ വിശേഷം? എന്താ പ്രത്യേകിച്ച്? ഒന്നുമില്ല, നിന്റെ വിശേഷങ്ങൾ അറിയാൻ വിളിച്ചതാ. അല്ല, അത് പതിവില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഒരു മിനിറ്റ്, പുറത്താരെ വന്നിട്ടുണ്ട്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എടാ, ഞാൻ ഗൾഫിൽ നിന്നാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആരാ ഫോണില്? സംസാരിച്ച് അവസാനിപ്പിക്കേ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്താ കട്ടായോ? ആ, അത് കട്ടായി. അത് നമ്മുടെ റഹീമിക്കായിരുന്നു. അല്ല, അയാളായിരുന്നോ? അയാൾക്ക് തന്നെ പണി? നാട് മുഴുവൻ വിളിക്കണ്ടല്ലോ. ഇയാൾക്കെന്താ വട്ടായോ? ആ, പോട്ടെ, നമ്മൾ ആരെയും മോശിപ്പിക്കണ്ട. നമ്മളൊരു കാര്യം അറിയിച്ചാൽ അങ്ങനെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ആട്ടെ, നീ എന്താ വന്നത്? ഞാൻ പ്രസിഡന്റിനെ കാണാൻ പോണ വഴിയാ. നിങ്ങളെയും കൂട്ടാന്ന് കരുതി. ആ, എന്താ വിശേഷിച്ച്? നമ്മുടെ സെയ്താലിക്കാൻ്റെ മോളുടെ കല്യാണക്കാരി അടുത്തല്ലേ, അതിൻ്റെ ഫണ്ടൊന്നും ശരിയാക്കണം. നമ്മൾ വിചാരിച്ചതുപോലെ ഫണ്ട് അത്രയായിട്ട് ഉഷാറായിട്ടില്ല എന്ന് കരുതി കാര്യങ്ങൾ നടക്കണ്ടേ? ബാക്കി എത്ര ചെലവ് വെച്ചാൽ എല്ലാരും കൂടിയാണ് വഹിക്കുക. ഗൾഫിൽ നിന്നും വന്ന ഫണ്ട് അത്ര കനം പോരട്ടോ. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ അവസ്ഥയും വളരെ കഷ്ടാ. കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ശരിയാ, പള്ളിയിലെ ഭരണഘടനയിൽ എഴുതി വെച്ച പോലെ ഗൾഫിലെ പിരിവ്. ഏതൊരു മീറ്റിംഗ് കൂടിയാണെങ്കിലും പിരിവാണെങ്കിൽ ഗൾഫിലേക്ക് ആരും ഓടുന്ന മുഖ്യ ചർച്ച. എന്നാ ഇനി വൈകണ്ട, നമുക്ക് പോകാം. എന്നാ നീ ഇരിക്ക്, ഞാനിപ്പോ വരാം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. എന്തൊക്കെയുണ്ട് റഹ്മാനെ വിശേഷങ്ങൾ? സുഖാണ്. എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? അങ്ങനെ പോകുന്നു. എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? കുഴപ്പമില്ല, നന്നായി പോണു. എന്തി വാസു? ഗോഡൌണിൽ പോയതാ, ഇപ്പോൾ വരും. എന്നാ ശരി, ഞാൻ അവനൊന്ന് കാണട്ടെ. എന്താ ഞങ്ങൾ ചെയ്യുക സലാമേ? എന്തേലും കടുത്ത് പറയാൻ പറ്റുമോ? പ്രായമുള്ള ആളല്ലേ. പറയാഞ്ഞാലും പ്രശ്നമല്ലേ? പിന്നെ ഞാനാണിത് ഇവിടെ പറഞ്ഞതെന്ന് റഹീംക്ക് അറിയല്ലേ? സലാം എങ്ങനെ അറിഞ്ഞു? കാക്ക ജോലി ചെയ്യുന്ന കമ്പനിയിലെ അക്കൗണ്ടന്റ് എൻ്റെ ഒരു ബന്ധുവാ. പുള്ളിക്കാരനാ പറഞ്ഞത്. ആ, വരുന്നുണ്ടല്ലോ കമ്പ്യൂട്ടർ കലക്കി കുടിപ്പിച്ച ആള്. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. നീ എന്താ ഈ നേരത്തെ ഇവിടെ കറങ്ങി നടക്കുന്നത്? ഞാൻ ബാങ്കിലോട്ട് വന്നതാ, ചുമ്മാ നിങ്ങളെ കണ്ടിട്ട് പോവാന്ന് കരുതി. അല്ല, സലാം എന്താ ഇവിടെ? ഞാൻ ഷോപ്പിലേക്ക് പോകുന്ന വഴിയാ. വാസുവിനെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. കേട്ടില്ലേ നിന്റെ കാക്കാന്റെ വിശേഷങ്ങള്? എന്തു പറ്റി കാക്കാക്ക്? വർഷങ്ങളായിട്ടില്ലാത്ത ചില അസുഖങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. തെളിച്ചു പറ, എന്താ സലാമേ പ്രശ്നം? തെളിച്ചു പറയാനൊന്നുമില്ല. പുള്ളിക്കാരൻ 4-5 പ്രാവശ്യത്തിനാ കമ്പനിയിൽ നിന്ന് ലീവ് എടുക്കുന്നു. കാരണം പറഞ്ഞത് എന്നറിയോ? പനിയും വയറുവേനത്രേ. ഞാൻ അറിഞ്ഞിട്ടില്ല എങ്ങനെ അസുഖമുള്ള വിവരം. ഞാൻ എന്ത് ചെയ്യാനാ വാസുവണ്ണ? സംഗതി അയാൾ എൻ്റെ അകന്ന ബന്ധുവാ. ഉപദേശിക്കാനൊന്നും എനിക്ക് പറ്റൂല. നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. റൂമിലേ ആയാലും സ്വസ്ഥാനില്ല. കൂടുതൽ വഷളാകണ്ടെന്ന് കരുതിയാ. ഞാൻ പറയുന്നതിന് നല്ലത് വാസണ്ണൻ പറയുന്നതാ. അതാകുമ്പോ കാര്യങ്ങൾ ശരിക്കും തുറന്നു പറയാലോ. അപ്പാ കുരിശന്റെ തലയില് നിന്റെ ഉള്ളിലിരിപ്പ് കൊള്ളാലോ. നിങ്ങളിങ്ങനെ പരസ്പരം തർക്കിച്ചിട്ട് കാര്യമില്ല. റൂമിൽ ചെന്ന് സാവകാശം ആലോചിക്ക്. ആ, പരിഹാരം കാണണല്ലോ, അല്ലാതെ നിവർത്തിയില്ലല്ലോ. വാസു, എന്നാ ഞാൻ പോട്ടെ. വൈകിട്ട് സെന്ററിൽ കാണാം. വൈകണ്ട, നേരത്തെ തന്നെ അങ്ങോട്ട് പോര്. ഇന്ന് ലോൺ കൊടുക്കുന്ന ദിവസാ. എല്ലാം കൂടി ഒരാളെ കൊണ്ട് പറ്റൂല, നിനക്കറിയാലോ. ഇല്ല, ഞാൻ വൈകില്ല, നേരത്തെ തന്നെ എത്തിക്കോളാം. ഇത് തന്നെ കഴിഞ്ഞ മാസം നീ പറഞ്ഞത്. ആരെങ്കിലും ഒരാള് ഉത്തരവാദിത്തം ഏറ്റെടുത്താല് മുഴുവൻ അവന്റെ തലയിലായി. ഇത് തന്നെ എല്ലായിടത്തും പതിവ്. അഷ്റഫെ, നീ പോരുന്നോ? ആ, ഞാനും വരുന്നു. എന്നാ ശരി വാസണ്ണ. ഓക്കെ എന്നാ.
കാക്ക വരുമ്പോഴേക്കും വിളിക്കണം, ഇല്ലെങ്കിൽ ഇന്നിനി നോക്കണ്ട. കിട്ടണ്ട. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. ഹലോ ഹലോ. ഹലോ സൈനാത്തല്ലേ? അതെ, ആരാ വിളിക്കണേ? ഇത് ഞാൻ അഷ്റഫാ, മാമന്റെ മോൻ. അഷ്റഫാണോ? ഞാൻ പേടിച്ചു പോയി മോനെ. മൂപ്പരാന്ന് വിചാരിച്ചേ. എന്താ സൈനാത്ത, സുഖല്ലേ? എന്ത് വിശേഷം മോനെ? അങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. നാട് മുഴുവൻ അറിഞ്ഞിരിക്കണ്. നാട്ടുകാരെയും വീട്ടുകാരെയും അയൽവാസികളെയും ഒക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ്. ഇവിടെയും പ്രശ്നം തന്നെ എത്താ. ഇവിടുത്തെ ഏഷണിയും ബിത്തിനെയും ഒക്കെ നിനക്കറിയാലോ. റഹീക്കാക്ക് മാനസിയാണെന്ന് വരെ നാട്ടുകാർ പറഞ്ഞു തുടങ്ങി. അത് ശരി, ഇതൊക്കെ പറയാനപ്പോ ഞങ്ങൾ വിളിച്ച്. ഞങ്ങൾ പറഞ്ഞ മൂപ്പര് കേൾക്കില്ല. സൈനുവാത്താക്കുമ്പോ പറഞ്ഞു മനസ്സിലാക്കാലോ. അങ്ങനെ കൊണ്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ടായല്ലേ? എന്താ ഇപ്പൊ ചെയ്യാ? ഉണ്ടിക്കോളിനേക്കാൾ ലാഭം ഉണ്ടെന്ന് കരുതിയാ ഞങ്ങളിത് പറഞ്ഞു കൊടുത്തത്. അതിപ്പോ ഞങ്ങൾക്ക് തന്നെ വലിയ തലവേദനായി. എന്നിട്ട് മൂപ്പരെവിടെ? കാർഡ് വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയിട്ടുണ്ട്. അല്ല, ആള് വന്നിട്ടുണ്ട്, ഫോൺ ചെയ്യുന്നുണ്ട്. പ്രായക്കൂടുതലുണ്ടാ ആരും ഒന്നും പറയാത്ത. എന്ത് നല്ല മനുഷ്യനായിരുന്നു. ദിക്കറും സ്വലാത്തും ആയി കഴിഞ്ഞിരുന്ന ആളാ. ഇപ്പൊ അതിനൊന്നും സമയമില്ല. ശരിയാ, ഇപ്പൊ ദിക്റും സ്വലാത്തും ഒന്നും കാണാനില്ല. ഫുൾ ടൈമും ഇതിൽ തന്നെ. നിങ്ങളുടെ മാപ്പിള്ള തലാഭാരം തന്നെ. എത്ര പെട്ടെന്ന് അതൊക്കെ പഠിച്ചെടുത്ത്. അങ്ങേരുടെ ബുദ്ധി കൂടുതൽ കൊണ്ടാ മറ്റുള്ളവർക്ക് കൂടി സമാധാനം ഇല്ലാതായത്. മോൻ ഫോൺ വെച്ചോ, മൂപ്പരിപ്പൊ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ മനസ്സിൽ വെച്ച് മൂപ്പരോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന് അഷ്റഫ് റൂമിലുള്ളവരോട് പറയണം.